ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് സങ്കല്പിക്കണം. നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെവിടെയോ നടക്കുന്ന കാര്യങ്ങൾ അത് സ്വപ്നത്തിൽ കണ്ടാൽ എങ്ങനെയുണ്ടാവും? പക്ഷേ അതൊരു ദുരന്തമാണെങ്കിൽ പോലും നമുക്കതിൽ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. നിസ്സഹായനാണ്. ആ ദുരന്തം നമ്മുടെ വേണ്ടപ്പെട്ടവർക്കാണ് സംഭവിക്കുന്നത് എങ്കിലോ? ഇന്ന് പറയുന്നത് അവിശ്വസനീയമായിട്ടുള്ള അത്തരമൊരു കഥയാണ്. ഓർക്കുക, ഇത് യഥാർത്ഥത്തിൽ നടന്നതും ഒരു കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചതും പത്രങ്ങളിലെല്ലാം വന്നതുമായിട്ടുള്ള ഒരു കേസാണ്. ഇത് നമ്മുടെ ഡാർക്ക് ഹിസ്റ്ററീസ് പരമ്പരയിലെ 20ാമത്തെ വീഡിയോ ആണ്. കാനഡയുടെ അതിർത്തിയിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിരവധി കഥകളുണ്ട്. അതും സൈക്കിക് എബിലിറ്റി ഉള്ളവരുടെ കഥകൾ. ചില പ്രതിഭാധനരായിട്ടുള്ള ആളുകൾക്ക് ദർശനങ്ങളിലൂടെയോ അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെയോ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാമെന്ന് കരുതപ്പെടുന്നു. പലപ്പോഴും ഈ കഴിവ് കാണപ്പെടുന്നത് ഡെൻ എന്ന ആദിവാസി ഗോത്രക്കാരിലാണ്. ഒരു ഉദാഹരണം അവരെക്കുറിച്ച് പറയാം. നോർത്ത് വെസ്റ്റ് ആൽബർട്ടയിലെ ഗ്രാൻഡെ പ്രേരി കൺട്രിയിൽ നിന്നുമാണ് ഈ കഥ വരുന്നത്. 1945 ഒരു വേനൽക്കാലത്ത് ഒരു ബീവർ ഇന്ത്യക്കാരി താൻ കണ്ട വിചിത്രമായിട്ടുള്ളൊരു സ്വപ്നത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു. അവളുടെ സ്വപ്നത്തിൽ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ അവളുടെ ഭർത്താവിൻ്റെ പ്രേതം പ്രത്യക്ഷപ്പെട്ടു. ആ പ്രേതം അവളെ ഒരു കാഴ്ചയിലേക്ക് നയിച്ചു. ഏകദേശം 1 മാസം മുൻപ് വാപ്പിറ്റി നദിയിൽ അവളുടെ ഗോത്രത്തിൽപ്പെട്ട 2 ആളുകൾ മുങ്ങി മരിച്ചിരുന്നു. എന്നാൽ മൃതദേഹങ്ങൾ കണ്ടുകെട്ടിയില്ല. അവരുടെ ജഡം നദിയിൽ ഏതു ഭാഗത്താണ് കിടക്കുന്നത് എന്നാണ് ഭർത്താവിൻ്റെ പ്രേതം അവൾക്ക് കാണിച്ചു കൊടുത്തത്. ഉടൻ തന്നെ ആ സ്ത്രീ മരിച്ചവരിൽ ഒരാളുടെ വിധവയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. അവൾ പ്രവചനത്തിൽ വിശ്വസിച്ച് നദിയുടെ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുകയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കാനഡയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യന് സംഭവിച്ച ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. ആ കഥയിലെ നായകനാണ് ജോർജ് ഹേവാർഡ് എന്ന ഇംഗ്ലീഷുകാരൻ. കാനഡയിൽ നിന്നും 4000 കിലോമീറ്റർ ദൂരത്തുള്ള ഗ്രേറ്റ് ബ്രിട്ടനിൽ ജീവിച്ച ആ മനുഷ്യനുണ്ടായ സൈക്കിക് അനുഭവം ആരെയും ഞെട്ടിക്കുന്ന ഒന്നാണ്. 1904 സെപ്റ്റംബർ 18 അർദ്ധരാത്രി ജോർജ് ഹേവാർഡ് എന്ന ഇംഗ്ലീഷുകാരൻ തൻ്റെ കിടക്കയിൽ നിന്നും വിയർത്തു കുളിച്ച് ഉറക്കം ഞെട്ടി എഴുന്നേൽക്കുന്നത് മുതലാണ് ഈ കഥ തുടങ്ങുന്നത്. അയാൾ ഒരു ഭീകര സ്വപ്നം കണ്ടു. വിറയാർന്ന വിരലുകൊണ്ട് ജോർജ് ഒരു മെഴുകുതിരി കത്തിച്ചു. എന്നിട്ടൊരു പേപ്പറും പെൻസിലും എടുത്തു. താൻ കണ്ട പേടി സ്വപ്നം മറന്നു പോകാതിരിക്കുവാനായിട്ട് സ്വപ്നത്തിലെ സകല വിശദാംശങ്ങളും ആ പേപ്പറിൽ എഴുതി വെച്ചു. എന്തോ ആ സമയത്ത് ഇത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. അയാൾ കണ്ട സ്വപ്നം ഇതായിരുന്നു. ചില നിഗൂഢ ശക്തികൾ ജോർജിനെ അയാളുടെ കിടക്കയിൽ നിന്നും ഉയർത്തി. പിന്നെ ഒരു മൂടൽ മഞ്ഞിലൂടെ മുൻപോട്ട് നയിച്ചു. നദികളും ഇരുണ്ട പൈൻ വനങ്ങളും കടന്ന് വന്യമായിട്ടുള്ളൊരു വനത്തിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. സമീപത്തായിട്ട് വലിയൊരു ജലാശയമുണ്ട്. പൈൻ മരങ്ങളുടെ ഗന്ധം അയാൾ അറിഞ്ഞു. അടുത്തായി എവിടെയോ നിന്നും ഒരു ക്യാമ്പ് ഫയറിൽ നിന്നും ഉയരുന്ന പുകയുടെ ഗന്ധവും അയാൾക്ക് അറിയുവാനായി. താൻ ഇപ്പോൾ നിൽക്കുന്നത് അപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്താണ്. എന്നാൽ ഇത് കാനഡയാണെന്ന് അയാളോട് ആരോ പറയും പോലെ കേട്ടു. പെട്ടെന്ന് 2 വെള്ളക്കാർ 4 കുതിരകളെയും മഞ്ഞ നിറമുള്ളൊരു നായയും കൂട്ടിക്കൊണ്ട് ഒരു റെഡ് ഇന്ത്യൻ ഗ്രാമവും മറികടന്ന് സമീപത്തുള്ളൊരു വനത്തിലേക്ക് പ്രവേശിക്കുന്നത് അയാൾ കണ്ടു. ഒരാൾക്ക് നല്ല ഉയരമുണ്ട്, അപരന് ഉയരം കുറവാണ്. അവർ തങ്ങളുടെ കുതിരകളെ അടുത്തുള്ള മരത്തിൽ കെട്ടിയിട്ട് അവരുടെ കമ്പിളി പുതുപ്പുകൾ നിലത്ത് വിരിച്ചു. പിന്നെ അവർ കട്ടിയുള്ള രോമക്കുപ്പായം ഊരി മാറ്റി. അപ്പോൾ ചന്ദ്രന്റെ തീവ്രമായിട്ടുള്ള വെളിച്ചത്തിൽ അവരിൽ ഒരാൾ, അതായത് കറുത്ത താടിയുള്ള ഉയരമുള്ള ആ മനുഷ്യൻ തൻ്റെ സഹോദരൻ എഡ്വേർഡ് ഹേവാർഡ് ആണെന്ന് ജോർജിന് മനസ്സിലായി. അതേ സമയത്ത് ഇവർ പാളയമടിച്ച സ്ഥലത്തേക്ക് നെയ്തെടുത്ത ഒരു കൊട്ടയും ചുമന്നുകൊണ്ട് ഒരു റെഡ് ഇന്ത്യക്കാരി അവരുടെ അടുത്തേക്ക് പോകുവാനായിട്ട് തയ്യാറെടുക്കുന്നതും അയാൾ കണ്ടു. അവളുടെ കൊട്ടയിൽ നല്ല കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കത് വിൽക്കുവാൻ വേണ്ടിയാണ് അവൾ വരുന്നത്. തൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറെടുക്കുമ്പോഴാണ് അതുണ്ടായത്. 2 വെള്ളക്കാരും പരസ്പരം തർക്കിക്കുവാൻ തുടങ്ങി. അതോടെ ഭയന്നു പോയ ആ സ്ത്രീ അവിടെ നിന്നും ഇരുട്ടിലേക്ക് നടന്നു നീങ്ങി. അവൾ പോയതിൻ്റെ തൊട്ടു പിന്നാലെ തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ഒടുവിൽ ആ 2 പേരിൽ പൊക്കം കുറഞ്ഞയാൾ ഒരു റൈഫിൾ എടുത്ത് എഡ്വേർഡിനെ വെടിവെച്ചു കൊന്നു. തൻ്റെ സഹോദരൻ്റെ ജീവൻ പോകുന്നത് ജോർജ് ഹേവാർഡ് വ്യക്തമായിട്ടും കണ്ടു. അതിനുശേഷം പൊക്കം കുറഞ്ഞ വെള്ളക്കാരൻ പരിഭ്രാന്തിയോടെ 4 ദിശയും നോക്കി. പിന്നെ സമീപത്ത് കണ്ട മരങ്ങളിൽ നിന്നും കമ്പുകളും നിലത്ത് വീണ് കിടക്കുന്ന ഉണങ്ങിയ മരത്തടികളും ശേഖരിച്ചു. അതെല്ലാം എഡ്വേർഡിന്റെ മുകളിൽ അടുക്കിയിട്ട് കൊലയാളി തീ കൊളുത്തുന്നതും തൻ്റെ സഹോദരന്റെ ജഡം കത്തിക്കുന്നതുമാണ് അയാൾ കണ്ട സ്വപ്നം. മരിച്ചയാളുടെ ചില സാധനങ്ങൾ തീയിലേക്ക് അവൻ വലിച്ചെറിയുന്നതും ജോർജ് ഭയത്തോടെ നോക്കി നിന്നു. ഈ സംഭവം നടക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഒരു ദൃക്സാക്ഷിയാണെന്നുമാണ് അയാൾക്കപ്പോൾ തോന്നിയത്. ആ സ്വപ്നം അവിടെ വെച്ച് അവസാനിച്ചു. എന്നാൽ ജോർജിന്റെ പേടി കൂട്ടുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അയാൾ ഈ സ്വപ്നം കാണുന്ന സമയത്ത് അയാളുടെ സഹോദരൻ ആ സമയം കാനഡയിലേക്ക് ഒരു ബിസിനസ് ആവശ്യത്തിന് പോയിരുന്നു. തൻ്റെ സഹോദരന് വലിയൊരു അപകടം സംഭവിച്ചുവെന്നും അവനിപ്പോൾ ജീവനോടെ ഇല്ല എന്നും ജോർജിന് ശക്തമായിട്ടുള്ളൊരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ് താൻ കണ്ടത് അയാൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചത്.
ജോർജ് ഹേവാർഡ് ബ്രിട്ടനിൽ കിടന്ന ആ സ്വപ്നം കണ്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ദൂരെയുള്ള നോർത്ത് വെസ്റ്റേൺ കാനഡയിലെ കാട്ടുപ്രദേശങ്ങളിലൂടെ ക്രിസ്ത്യൻ ജസ്റ്റഡ് ആൻഡേഴ്സൺ എന്ന പോലീസ് ഓഫീസർ ഒരു പെട്രോളിങ്ങിന് പുറപ്പെട്ടു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം. റോയൽ നോർത്ത് വെസ്റ്റ് മൗണ്ടഡ് പോലീസിലെ സ്റ്റാഫ് സർജൻ്റായിട്ടുള്ള ആൻഡേഴ്സൺ വളരെ സൗഹാർദ്ദ മനോഭാവമുള്ള എന്നാൽ കാഴ്ചയിൽ പരിക്കനെന്ന് തോന്നിക്കുന്ന ഒരു ഐസ്ലാൻഡുകാരനായിരുന്നു. നീല കണ്ണുകളും തവിട്ടു നിറത്തിലുള്ള മീശയുമുള്ള ഒരാൾ. അതുപോലെ ഒരു കേസ് ഏറ്റെടുത്താൽ അതിൻ്റെ ഉത്തരം കണ്ടെത്തും വരെ അയാൾ അന്വേഷണം നിർത്തില്ല. അന്ന് രാവിലെ ആൻഡേഴ്സൺ ലെസർ സ്ലേവ് തടാകത്തിൻ്റെ തീരത്തുള്ള സക്കർ ക്രീക്ക് എന്ന ഇന്ത്യൻ ഗ്രാമത്തിലേക്കാണ് പോയത്. അവിടെയുള്ളവർക്ക് ആൻഡേഴ്സനെ വലിയ കാര്യമാണ്. അപ്പോൾ സക്കർ ക്രീക്കിൽ താമസിക്കുന്ന റെഡ് ഇന്ത്യൻ ഗോത്രത്തലവനായ മിസ്റ്റൂസ് ആൻഡേഴ്സനെ സമീപിച്ചു. എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ ഒരു കഥ പറഞ്ഞു. വളരെ നിഗൂഢമായിട്ടുള്ളൊരു കഥ. മിസ്റ്റൂസ് പറഞ്ഞ കഥ. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് 2 വെള്ളക്കാർ ഈ റിസർവിൻ്റെ സമീപം ക്യാമ്പ് ചെയ്തിരുന്നു. അവരിൽ ഒരാൾ ഉയരമുള്ള കറുത്ത താടിയുള്ളൊരു മനുഷ്യനായിരുന്നു. അവനെ മിസ്റ്റൂസ് വിളിച്ചത് ഷാഗ്നാഷ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷുകാരൻ എന്നാണ്. നേരിയ തളർച്ചയോടെ ഇടറി എന്നോണം നടക്കുന്ന അയാളുടെ ഉയരം കുറഞ്ഞ കൂട്ടാളിയുടെ പേര് ചാർലി കിങ്. ഈ ചാർലിയെ മിസ്റ്റൂസിനും അവിടെയുള്ള മറ്റുള്ളവർക്കും അറിയാം. കാരണം കുറച്ചു കാലമായിട്ട് അയാൾ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാൽ പൊക്കമുള്ള ആ മനുഷ്യൻ അവർക്ക് തീർത്തും അപരിചിതനായിരുന്നു. അവർ സമീപത്തുള്ളൊരു വനത്തിലേക്ക് കുതിരപ്പുറത്ത് പോകുന്നത് താൻ കണ്ടതാണ്. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ചാർലി മാത്രം 4 കുതിരകളെയും കൂട്ടി മടങ്ങി വന്നു. എന്നാൽ ആ സമയം കറുത്ത താടിയുള്ള അയാളുടെ കൂട്ടുകാരൻ കൂടെയില്ലായിരുന്നു. മാത്രവുമല്ല, ഇംഗ്ലീഷുകാരൻ കാണാതാവുകയും ചാർലി തനിയെ മടങ്ങുകയും ചെയ്ത ദിവസം രാത്രിയിൽ കാട്ടിൽ നിന്നും വലിയ തോതിൽ തീ ഉയരുന്നത് കണ്ടു. നിങ്ങൾക്കറിയാമല്ലോ, ഈ സമയത്ത് ഇത്രയധികം തീ കൂട്ടേണ്ട കാര്യമില്ല. കാരണം കാലാവസ്ഥ വളരെ നല്ലതാണ്. അതേസമയത്ത് എൻ്റെ കന്നുകാലികൾ ഭീതിയോടെ വെകിളി പിടിച്ചു. ഇത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു ദുർനിമിത്തമാണ്. ഇത് കേട്ടിട്ട് അരുതാത്തതെന്തോ അവിടെ അന്ന് രാത്രിയിൽ നടന്നിരിക്കാമെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? താൻ അതേക്കുറിച്ച് അന്വേഷിക്കാമെന്നും ഇത്രയും വിവരങ്ങൾ തന്നതിന് മിസ്റ്റൂസിന് നന്ദിയും പറഞ്ഞുകൊണ്ട് ആൻഡേഴ്സൺ തൻ്റെ പെട്രോളിംഗ് പുനരാരംഭിച്ചു. അതിൻ്റെ അടുത്ത ദിവസം അതിരാവിലെയോടെ അദ്ദേഹം മിസ്റ്റൂസ് പറഞ്ഞ കഥയുടെ നിഗൂഢത അനാവരണം ചെയ്യുവാനായിട്ട് സക്കർ ക്രീക്ക് റിസർവിലേക്ക് പുറപ്പെട്ടു. അതിനു മുൻപ് ഗോത്രമൂപ്പനായിട്ടുള്ള മിസ്റ്റൂസിനെ ആദ്യം കണ്ടു. മിസ്റ്റൂസ് ആൻഡേഴ്സനെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് ദിവസങ്ങൾക്ക് മുൻപ് ആ വെള്ളക്കാരന് വേണ്ടി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത 2 ആൺകുട്ടികളെ പരിചയപ്പെടുത്തി. അവരുടെ പേരുകൾ നബാസിസെ, മുനൈസ് എന്നാണ്. ആൻഡേഴ്സൺ ആ കുട്ടികളെ ചോദ്യം ചെയ്തു. അവർ പറഞ്ഞത് ഇതാണ്: ആ വെള്ളക്കാർ ഞങ്ങൾക്ക് ധാരാളം ആഹാരം കഴിക്കുവാൻ തന്നു. ഉയരമുള്ള ആളാകട്ടെ ചെറിയ ജോലി ചെയ്താലും കൂടുതൽ പണം നൽകിയിരുന്നു. നല്ലൊരു മനുഷ്യൻ. കൂടാതെ അയാൾക്ക് വേറെയും ചില പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ഇംഗ്ലീഷുകാരൻ്റെ തോക്കിനു മുകളിൽ തുകൽ തുന്നി പിടിപ്പിച്ചിരുന്നു. ഇതുമൂലം തോക്ക് കൃത്യതയോടെ നേരെ പിടിച്ച് വെടിവെക്കുവാൻ കഴിയുമെന്നാണ് അയാൾ പറഞ്ഞത്. കൈവെള്ളയുടെ ഭാഗത്ത് ചെറിയ മുള്ളുകളുള്ള വിരലില്ലാത്തൊരു ലെതർ ഗ്ലൗസാണ് അയാൾ ധരിക്കാറ്. കൂടാതെ അയാളുടെ ബെൽറ്റിൽ വലിപ്പമുള്ളതും തിളങ്ങുന്നതുമായിട്ടുള്ളൊരു ബക്കിൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം യജമാനനെ അളവറ്റ് സ്നേഹിക്കുന്ന മഞ്ഞ നിറമുള്ളൊരു നായ എല്ലായിടത്തും അയാളുടെ കൂടെ ഉണ്ടാകും. ആ ഇംഗ്ലീഷുകാരൻ കാണാതായതിൻ്റെ പിറ്റേന്ന് രാവിലെ ചാർലി കിങ് കാട്ടിൽ നിന്നും നായയെ ബലം പ്രയോഗിച്ച് വലിച്ചുകൊണ്ടുവരുന്നത് ഞങ്ങൾ കണ്ടതാണ്. ആ സമയത്തും നായ തിരികെ കാട്ടിലേക്ക് ഓടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ ചോദ്യം ചെയ്ത ശേഷം ആൻഡേഴ്സൺ മിസ്റ്റൂസിൻ്റെ പിന്നാലെ വെള്ളക്കാർ ക്യാമ്പ് ചെയ്ത വനത്തിലേക്കാണ് പോയത്. അവിടെ വനത്തിൽ ഒരിടത്തായിട്ട് ധാരാളം ചാരം കാണപ്പെട്ടു. എന്തുമാത്രം ചാരമാണ്! വെള്ളക്കാരുടെ ക്യാമ്പ് ഫയറിൻ്റെ അവശിഷ്ടങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് മിസ്റ്റൂസ് പറഞ്ഞു, ഇത്രയും നല്ല കാലാവസ്ഥയുള്ളൊരു രാത്രിക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയ തീ ആരെങ്കിലും ഉണ്ടാക്കുമോ? ആൻഡേഴ്സൺ മുട്ടുകുത്തി നിന്ന് അവിടെയുള്ള ചാരം കൈകൊണ്ട് അരിച്ചു പെറുക്കി. പെട്ടെന്ന് തന്നെ ഏതാനും കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തി. അസ്ഥികൾ കണ്ടെത്തി എന്ന് വിചാരിച്ച് അതൊരു കൊലപാതകമാണെന്ന് ഉറപ്പിക്കുവാനായിട്ട് കഴിയില്ല. ചിലപ്പോഴത് മൂസ് എന്ന് വിളിക്കുന്ന വലിയൊരിനം മൃഗത്തിൻ്റെതുമാവാം. എന്തായാലും ഒരു ഡോക്ടറെ കൊണ്ട് ഇത് മനുഷ്യൻ്റെ ആണോ അതോ മൃഗത്തിൻ്റെ ആണോ എന്ന് പരിശോധിപ്പിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം ഏതാനും അസ്ഥികൾ പോക്കറ്റിലേക്ക് ഇട്ടു. ക്യാമ്പ് ഫയറിൽ നിന്നും അധികം അകലെയല്ലാതെ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. അതിൽ നിന്നുമായിരിക്കണം അന്നവർ വെള്ളം എടുത്തിട്ടുണ്ടാവുക. അതൊരു ഊഹം മാത്രമാണ്. എങ്കിലും അവിടവും ഒന്ന് പരിശോധിക്കുവാനായിട്ട് ആൻഡേഴ്സൺ തീർച്ചപ്പെടുത്തി. അയാൾ അവിടേക്ക് നടന്നു. അവിടെ ഒരു ചെറിയ ചതുപ്പും ഉണ്ടായിരുന്നു. ആ ചതുപ്പിൽ നിന്നും എന്തോ മുകളിലേക്ക് തള്ളി നിൽക്കുന്നത് അയാൾ കണ്ടു. മിസ്റ്റൂസിൻ്റെ സഹായത്തോടെ അയാൾ അത് പുറത്തെടുത്തു. അതൊരു കെറ്റിലായിരുന്നു. അതേ സമയത്ത് നബാസിസയും മുനൈസും അവിടെ എത്തി. ആ കുട്ടികൾ ആ കെറ്റിൽ കണ്ട് അത് ആ വെള്ളക്കാരൻ്റെ ആണ്, അയാളുടെ കൈവശം ഞങ്ങൾ ഇത് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയായി. ആൻഡേഴ്സൺ ക്യാമ്പ് സൈറ്റിൽ അവസാനമായിട്ടൊന്ന് നോക്കി. അപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രം പഴക്കമുള്ള ഒരു ജോഡി കാലടയാളങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. അത് സ്ത്രീകൾ ധരിക്കുന്ന ഷൂവിൻ്റെ ആയിരുന്നു. ഒരു പക്ഷേ കുറ്റകൃത്യം നടന്ന ശേഷം ഏതെങ്കിലും സ്ത്രീ അതുവഴിക്ക് പോയിരിക്കാം. അല്ലെങ്കിൽ ആ വെള്ളക്കാരൻ്റെ തിരോധാനത്തെക്കുറിച്ച് ഇവരിലാക്കെങ്കിലും തന്നോട് പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ കാണും. ചിലപ്പോൾ ഇന്ത്യക്കാർ അത് മറച്ചു വയ്ക്കുന്നതാവാം.
അദ്ദേഹം അങ്ങനെയാണ് ചിന്തിച്ചത്. അവർ പോകുവാൻ ഒരുങ്ങുമ്പോൾ ആൻഡേഴ്സൺ വനത്തിലേക്ക് വെറുതെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. അപ്പോൾ കണ്ടു, ഒരു മരത്തിന്റെ താഴ്ന്ന ശിഖരത്തിൽ പിടിച്ചുകൊണ്ട് തങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു റെഡ് ഇന്ത്യക്കാരന്റെ ഒരു ജോഡി കണ്ണുകളും കൈകളും. പോലീസ് ഓഫീസർ തന്നെ കണ്ടുവെന്ന് മനസ്സിലായതോടെ ആ രൂപം സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടി അപ്രത്യക്ഷമായി. അവിടെ നിന്നും മടങ്ങും മുൻപ് സമീപത്തുള്ള ഒരു ക്യാബിനിൽ താമസിക്കുന്ന ഒരു വേട്ടക്കാരനായിട്ടുള്ള മോയിസ് ഗ്ലാഡു മെറ്റിസിനെ കാണുവാനായിട്ട് ആൻഡേഴ്സൺ തീരുമാനിച്ചു. മോയിസ് ഗ്ലാഡു ഒരു ഫ്രഞ്ചുകാരനാണ്. വർഷങ്ങളായി അയാൾ ഇവിടെ ക്യാമ്പ് ചെയ്യുവാൻ തുടങ്ങിയിട്ട്. മോയിസ് ആൻഡേഴ്സനെ ഹാർദവമായിട്ട് സ്വീകരിച്ചു. എന്നിട്ട് അയാൾക്ക് വേണ്ടി ഒരു പാത്രം ചായ തയ്യാറാക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഒരു കാഴ്ച കണ്ടത്. മോയിസിന്റെ വീടിന്റെ ഉള്ളിലായിട്ട് അസംഖ്യം കെണികൾ കിടക്കുന്നു. കുറുക്കന്മാരെ പിടിക്കുവാനുള്ള കെണികളും ഒരു കരടി കെണിയും മുറിയുടെ ഒരു മൂലയിലായിട്ട് കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടെയാണോ? ആൻഡേഴ്സൺ ചോദിച്ചു. ഇല്ല മോൺസിയാർ, മെറ്റിസ് മറുപടി പറഞ്ഞു. ആ കാണുന്ന ട്രാപ്പുകളെല്ലാം ചാർലി കിങ് എന്ന ഒരുത്തൻ്റെയാണ്. അവൻ എഡ്മണ്ടനിൽ നിന്നുമാണ് വരുന്നത്. ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് ഒരു ആവിക്കപ്പലിൽ മടങ്ങി പോകുവാനുള്ള ഒരുക്കത്തിലാണ്. അതിനു മുൻപ് ഈ കെണികളെല്ലാം ആർക്കെങ്കിലും വിൽക്കുവാനാണ് അവൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇതെല്ലാം ഏൽപ്പിച്ചത്. ഗ്ലാഡു ഇത് പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ പ്രസന്നമായിട്ടുള്ള മുഖമുള്ള ഉയരം കുറഞ്ഞ ഒരാൾ ആ ക്യാബിനിലേക്ക് കടന്നു വന്നു. നല്ല കാലാവസ്ഥ അല്ലേ? നല്ല സുഖം, അപരിചിതൻ പറഞ്ഞു. എന്നിട്ട് തൻ്റെ തൊപ്പിയുടെ വക്കിൽ തൊട്ടുകൊണ്ട് നാടകീയമായിട്ട് ഗ്ലാഡുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ചാർലി കിങ് നിങ്ങളുടെ സേവനത്തിന് വന്നിരിക്കുന്നു. താൻ അന്വേഷിക്കുന്ന അതേ ചാർലി കിങ് തന്നെയാണ് ഇപ്പോൾ ക്യാബിനിൽ വന്നിരിക്കുന്നത് എന്ന് ആൻഡേഴ്സന് മനസ്സിലായി. അദ്ദേഹം ചാർലിയോട്, കുറച്ച് ദിവസം മുൻപ് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ തിരോധാനത്തെക്കുറിച്ചാണ് താൻ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അയാൾ എവിടെയാണ് ഇപ്പോഴുള്ളത് എന്ന് അറിയാമോ? അയാളെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്ന എന്തെങ്കിലും വിവരം കൈവശമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു കുറ്റവാളിയോട് ഇടപെടും പോലെയല്ല, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സ്വരത്തിലാണ് ഇത് ചോദിച്ചത്. ചാർലി കിങ് ആൻഡേഴ്സനോട് ഒരു കഥ പറഞ്ഞു. എഡ്മണ്ടനിൽ നിന്നുമുള്ള തൻ്റെ യാത്രയെക്കുറിച്ചും അതിനുശേഷം സമീപത്തുള്ള ഒരു പട്ടണത്തിൽ വെച്ച് ലീമാൻ എന്നു പേരുള്ള ഉയരമുള്ള ഒരു അപരിചിതനുമായിട്ട് പരിചയപ്പെട്ടതിനെക്കുറിച്ചുമായിരുന്നു ആ കഥ. ലീമാനും താനും റിസർവിന് സമീപം ഒരുമിച്ചാണ് കുറച്ച് ദിവസം ക്യാമ്പ് ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം താൻ തെക്കു പടിഞ്ഞാറുള്ള സ്റ്റർജിയൻ തടാകത്തിന്റെ ഭാഗത്തേക്ക് കാൽനടയായിട്ട് പോവുകയാണെന്നും അവിടെ തൻ്റെ ഭാഗ്യം പരീക്ഷിക്കുവാനാണ് ഉദ്ദേശമെന്നും പറഞ്ഞു. താൻ തിരികെ വരും വരെ തൻ്റെ കുതിരകളെ നോക്കുവാനായിട്ട് അയാൾ എന്നെ ആവശ്യപ്പെട്ടു. ഇത്രയുമാണ് എനിക്കറിയൂ. അയാളുടെ കുതിരകളെ എൻ്റെ ലായത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ആൻഡേഴ്സൺ ചാർലിക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് ലെസർ സ്ലേവ് തടാകത്തിന്റെ വടക്ക് പടിഞ്ഞാറുള്ള ബഫലോ ബേയിലുള്ള മൗണ്ടഡ് പോലീസ് ബാരക്കുകളിലേക്ക് മടങ്ങി. അവിടെ വെച്ച് ചാർലി കിങ്ങുമായിട്ട് നടന്ന തൻ്റെ സംഭാഷണത്തെക്കുറിച്ചും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ അപ്രത്യക്ഷനാണ് എന്നതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. എന്നിട്ട് കാണാതായ വ്യക്തിയുടെ രൂപത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ വിവരണങ്ങളുമായിട്ട് ഒരു കീഴുദ്യോഗസ്ഥനെ സ്റ്റെർജിയൻ തടാകത്തിന്റെ ഭാഗത്തേക്ക് പറഞ്ഞയച്ചു. പോകുന്ന വഴിയിൽ എല്ലാ ഇന്ത്യൻ ഗ്രാമങ്ങളും ഒന്നുവിടാതെ കയറണം. വഴിയിൽ കണ്ടുമുട്ടുന്ന സകലരോടും ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിരുന്നു എന്ന് ചോദിക്കണം. എന്നിട്ട് കഴിയുന്നത്ര വേഗത്തിൽ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുക. ചെറുപ്പക്കാരനായിട്ടുള്ള ആ കോൺസ്റ്റബിൾ ആൻഡേഴ്സന്റെ നിർദ്ദേശപ്രകാരം പുറപ്പെട്ടു. ഒരാഴ്ചയ്ക്ക് ശേഷം അയാൾ മടങ്ങിയെത്തി. താൻ സ്റ്റെർജിയൻ തടാകത്തിലേക്കുള്ള യാത്രയിൽ വെച്ച് വഴിയിൽ കണ്ട ജീവനുള്ള സകലരോടും ഇങ്ങനെ ഒരാളെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു. പക്ഷേ കാണാതായിട്ടുള്ള വ്യക്തിയുടെ രൂപവുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരാളെ ആരും തന്നെ കണ്ടിട്ടില്ലെന്നും അയാൾ ആൻഡേഴ്സനോട് പറഞ്ഞു. അതിൻ്റെ അർത്ഥം കാണാതായിട്ടുള്ള ആള് ലെസർ സ്ലേവ് തടാകം വിട്ട് എവിടേക്കും പോയിട്ടില്ല. അദ്ദേഹം വേഗം ചാർലി കിങ്ങിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള വാറണ്ട് സംഘടിപ്പിച്ചു. അതേസമയത്ത് SS മിഡ്നൈറ്റ് എന്ന ആവിക്കപ്പലിൽ കയറുവാൻ തയ്യാറായിട്ട് വലിയൊരു തടാകത്തിന്റെ തീരത്ത് തൻ്റെ ലഗേജുമായിട്ട് കാത്തിരിക്കുകയായിരുന്നു ചാർലി കിങ്. കൃത്യസമയത്ത് അദ്ദേഹം അവനെ കണ്ടെത്തി. ആൻഡേഴ്സൺ വരുന്നതിന് മുൻപ് കപ്പൽ എത്തിയിരുന്നുവെങ്കിൽ ചാർലി കിങ് രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അദ്ദേഹം അവനെ അറസ്റ്റ് ചെയ്ത് അടുത്തുള്ള ജയിലിലേക്ക് കൊണ്ടുപോയി. താമസിയാതെ മോയിസ് ഗ്ലാഡുവിന്റെ അടുക്കൽ വിൽക്കുവാനായിട്ട് അയാൾ ഏൽപ്പിച്ചിരുന്ന 40ഓളം കുറുക്കൻ കെണികളും ഒരു വലിയ കരടി കെണിയും തെളിവായിട്ട് കണ്ടെടുത്തു. ചാർലിയുടെ ക്യാബിന്റെ പിന്നിലെ തൊഴുത്തിൽ 4 കുതിരകളെ കെട്ടിയിട്ടിരുന്നു. കുതിരകളുടെ പുറത്ത് ഇരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെതർ കൊണ്ട് നിർമ്മിച്ച ഒരു ഇരിപ്പിടമുണ്ട്. സാഡിൽ പായ്ക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ 4 കുതിരകളുടെയും പുറത്തുള്ള സാഡിൽ പായ്ക്കിൽ ഡയമണ്ട് സി എന്ന് മുദ്ര കുത്തിയിരുന്നു. ചാർലി കിങ്ങിന്റെ അറസ്റ്റിന് ശേഷം ആൻഡേഴ്സനും ഒരു സംഘം ആളുകളും വീണ്ടും സക്കർ ക്രീക്ക് റിസർവിലേക്ക് പുറപ്പെട്ടു. അവർ വെള്ളക്കാർ ക്യാമ്പ് ചെയ്ത സ്ഥലത്തെ ചാരം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുവാൻ തുടങ്ങി. വൈകാതെ കത്തിക്കരിഞ്ഞ അസ്ഥികളുടെ കൂടുതൽ കഷ്ണങ്ങൾ കിട്ടി. അതോടൊപ്പം ഒരു ബെൽറ്റിന്റെ ബക്കിളും പാതിയോളം മുടിഞ്ഞൊരു സൂചിയും കണ്ടെടുത്തു. പിന്നെ അവർ ചതുപ്പിലേക്ക് പുറപ്പെട്ടു. അവിടെ ആകെ പരിശോധിച്ചു. ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ അവർക്ക് ആ ചതുപ്പിൽ നിന്നും ചെളിയിൽ കുതിർന്ന ഒരു ജോഡി ബൂട്ടുകൾ കിട്ടി. അതിൽ ഒരു ബൂട്ടിന്റെ ഉള്ളിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ടൈപ്പിനുള്ളൊരു ടൈയും പൊട്ടിയ ചങ്ങലയുള്ളൊരു പോക്കറ്റ് വാച്ചും ഉണ്ടായിരുന്നു. കൂടാതെ വൃത്താകൃതിയിലുള്ളൊരു പവൻ കേസും വെള്ളി കെട്ടിയൊരു പേഴ്സും കണ്ടെടുത്തു. പവൻ കേസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അവരുടെ പവൻ നാണയങ്ങൾ കൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്ന ബാഗാണ്. അതിന്റെ ഉള്ളിൽ തിരയൊഴിഞ്ഞൊരു കാർട്രിഡ്ജ് ഷെല്ലും ഉണ്ടായിരുന്നു.
ഒരു പക്ഷേ അതിലെ ബുള്ളറ്റ് ആവാം അയാളുടെ ജീവൻ എടുത്തത്. ചതുപ്പിൽ നിന്നും ഉയർത്തിയെടുത്ത ചില ചവറുകൾക്കിടയിൽ സൂര്യപ്രകാശത്തിൽ എന്തോ തിളങ്ങുന്നത് ആൻഡേഴ്സൺ കണ്ടു. അത് പരിശോധിച്ചു. വെള്ളക്കാരൻ ഉപയോഗിക്കാറുണ്ടെന്ന് പറയുന്ന കയ്യുറയിൽ പിടിപ്പിച്ചിരുന്ന മുള്ളുള്ള ഒരു ലോഹ കഷ്ണമായിരുന്നു അത്. അതിന്റെ ഒരു സൂചി ഒടിഞ്ഞു പോയിരുന്നു. ചാരത്തിൽ നിന്നും വീണ്ടെടുത്ത സൂചി അതിനോട് ചേർത്ത് വെച്ചപ്പോൾ അത് കൃത്യമായിട്ട് യോജിച്ചു. അങ്ങനെ ചതുപ്പിൽ നിന്നും കണ്ടെത്തിയ വസ്തുക്കൾ കാണാതായിട്ടുള്ള ആളുടെയാണെന്ന് ഉറപ്പിച്ചു. അവിടെയുള്ള ചതുപ്പിന്റെ അടിയിലായിട്ട് കൂടുതൽ തെളിവുകൾ കിടപ്പുണ്ടെന്ന് ആൻഡേഴ്സന് ഒരു ഊഹം തോന്നിയിരുന്നു. അതുകൊണ്ട് സ്വന്തം പണം ഉപയോഗിച്ച് ചതുപ്പിലെ ചെളി വറ്റിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഏതാനും തൊഴിലാളികളെ നിയമിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചതുപ്പ് പൂർണ്ണമായിട്ടും വറ്റിച്ചു. അവസാനം വെള്ളികൊണ്ട് നിർമ്മിച്ച ചതുരത്തിലുള്ള ബെൽറ്റിൽ ഘടിപ്പിക്കുന്നൊരു ബക്കിൾ കെട്ടി. അത് കാണാതായ വെള്ളക്കാരന്റെ ബെൽറ്റിൽ നിന്നുമുള്ള ബക്കിളാണെന്ന് ആദിവാസികൾ പറഞ്ഞു. ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ സക്കർ ക്രീക്ക് റിസർവിനടുത്തുള്ള ക്യാമ്പ് സൈറ്റിൽ തെളിവുകൾക്ക് വേണ്ടി തിരയുന്ന സമയത്ത് കോൺസ്റ്റബിളായ ലോവ് ചാർലി കിങ്ങിനെ എഡ്മണ്ടനിലേക്ക് കൊണ്ടുപോയി. കോൺസ്റ്റബിൾ ലോവ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ കേസ് തെളിയിക്കുവാനായിട്ട് നിർണായകമായിട്ടുള്ള നിരവധി തെളിവുകൾ ശേഖരിച്ചത് ഇദ്ദേഹമാണ്. അവിടെ വെച്ച് അയാൾ കൊലക്കേസ് പ്രതിയെ ഇൻസ്പെക്ടർ DRC സ്ട്രിക്ലാൻഡിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അദ്ദേഹം വടക്ക് കിഴക്കൻ ഫോർട്ട് സാസ്കാച്ചവനിലെ റോയൽ നോർത്ത് വെസ്റ്റ് മൗണ്ടഡ് പോലീസ് ജയിലിലേക്ക് അയാളെ മാറ്റി. അതിനുശേഷം കോൺസ്റ്റബിൾ ലോവ് അക്കാലത്ത് കിനിസ്റ്റോ അവന്യൂ എന്നറിയപ്പെടുന്നതും ഇക്കാലത്ത് 96 നമ്പർ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നതുമായിട്ടുള്ള തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കട യാദൃശികമായിട്ട് കണ്ടു. ആ കടയിലാകട്ടെ വേട്ടയ്ക്ക് വേണ്ട ഉപകരണങ്ങളും കെണികളും നന്നാക്കിക്കൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ മുള്ളുകൾ ഉള്ളതും എന്നാൽ വിരലില്ലാത്തതുമായിട്ടുള്ള ലെതർ ഗ്ലൗസുകൾ ഉണ്ടായിരുന്നു. കോൺസ്റ്റബിൾ ലോവിൻ അത് കണ്ടപ്പോൾ കാണാതായ വെള്ളക്കാരൻ ധരിച്ചിരുന്ന അതേ ഗ്ലൗസിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്. അത് എന്താണെന്ന് അയാൾ കടക്കാരനോട് ചോദിച്ചു. ഈ വസ്തുവിനെ സ്റ്റിച്ചിങ് പാം എന്നാണ് വിളിക്കാറ്. താൻ ഒരു കാലത്ത് നാവികനായിട്ട് ജോലി ചെയ്തപ്പോഴാണ് ഇത് ഉപയോഗിക്കുവാനായിട്ട് പഠിച്ചതെന്ന് അയാൾ മറുപടി പറഞ്ഞു. അക്കാലത്ത് കപ്പലിലെ ക്യാൻവാസ് പായകൾ നന്നാക്കുവാനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. ആഹാ, അങ്ങനെയെങ്കിൽ ഇതിന് നല്ല കച്ചവടം കാണുമല്ലോ. കുറെ അധികം വിറ്റുപോയ ലക്ഷണവും കാണുന്നുണ്ടല്ലോ എന്ന് ലോബ് പറഞ്ഞു. ഇല്ല സാർ, വ്യാപാരി മറുപടി പറഞ്ഞു. ഞാൻ അവസാനമായിട്ട് ഒരെണ്ണം വിറ്റത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. പീസ് റിവർ വഴി മുകളിലേക്ക് പോകുന്ന ഒരാളായിരുന്നു അത് വാങ്ങിയത്. അയാൾ 2 ദിവസത്തോളം ഇവിടെ തങ്ങിയിരുന്നു. ഒടുവിൽ വെള്ളക്കാരൻ സഞ്ചരിച്ച പാതയിൽ താൻ എത്തിയെന്ന് കോൺസ്റ്റബിൾ ലോവിന് മനസ്സിലായി. അതിനുശേഷം അദ്ദേഹം പ്രദേശത്തുള്ള ബ്രാൻഡ് ഇൻസ്പെക്ടറെ സന്ദർശിച്ച് ഡയമണ്ട് സി എന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാഡിൽ പാക്ക് നിർമ്മിക്കുന്ന കമ്പനി എവിടെയാണുള്ളതെന്ന് അന്വേഷിച്ചു. രജിസ്റ്ററുകൾ മുഴുവൻ പരിശോധിച്ച ശേഷം ബ്രാൻഡ് ഇൻസ്പെക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ ഒരു കമ്പനി ഈ പ്രദേശത്തെങ്ങുമില്ല. ഒരു പക്ഷേ അയാൾ അമേരിക്കയിൽ നിന്നുമാകാം അത് വാങ്ങിയിട്ടുണ്ടാവുക. പിന്നെ കോൺസ്റ്റബിൾ ലോവ് ചെയ്തത് ഏത് കടയിൽ നിന്നുമാണ് അയാൾ കെണികൾ വാങ്ങിയതെന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ അയാൾ ഹഡ്സൺസ് ബേ എന്ന കമ്പനിയിലെത്തി. അവിടെ വെച്ച് പുതിയൊരു തെളിവ് അയാൾക്ക് കിട്ടുകയാണ്. ആ കടയിലെ നരച്ച മുടിയുള്ള ഒരു വ്യാപാരി കുറച്ച് നാളുകൾക്ക് മുൻപ് നല്ല കറുത്ത താടിയുള്ള ഉയരമുള്ള ഒരു ഇംഗ്ലീഷുകാരന് താൻ നിരവധി കുറുക്കൻ കെണികളും ഒരു കരടിക്കണിയും വിറ്റുവെന്ന് സമ്മതിച്ചു. അയാളുടെ പേരറിയാമോ എന്ന് ലോവ് ചോദിച്ചു. ഇല്ല സാർ, പേര് ഞാൻ ചോദിച്ചില്ല. പക്ഷെ അത് അറിയുവാനായിട്ടൊരു മാർഗമുണ്ട്. സാധനങ്ങൾ വാങ്ങുന്ന ആളിൻ്റെ പേര് രജിസ്ട്രിയിൽ രേഖപ്പെടുത്തുന്നൊരു പതിവ് ഇവിടെയുണ്ട്. കൂടാതെ അയാൾ കെണികളുടെ വില പണമായിട്ടല്ല തന്നത്, ചെക്കായിട്ടാണ്. ആ ചെക്കും ഇവിടെയുണ്ട്. എന്നിട്ട് വ്യാപാരി ചെക്കെടുത്ത് ലോവിനെ കാണിച്ചു. കടയിലെ രജിസ്റ്ററിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഓഗസ്റ്റ് 14, എഡ്വാർഡ് ഹേവാർഡ്, 10 യാർഡ് ക്യാൻവാസ്, 40 കുറുക്കൻ കെണികൾ, ഒരു കരടിക്കെണി തുടങ്ങിയവ വാങ്ങി. ബാങ്ക് ഓഫ് മോൺട്രിയൽ എന്ന ബാങ്കിൻ്റെ ആയിരുന്നു ആ ചെക്ക്. അതിൽ $200 എന്ന് എഴുതിയിട്ട് അടിയിൽ എഡ്വേർഡ് ഹേവാർഡ് എന്ന ഒപ്പും ഇട്ടിരുന്നു. അതോടെ കുറ്റവാളി ചാർലി കിങ് തന്നെയാണെന്ന് അയാൾക്ക് ഉറപ്പായി. കാരണം വെള്ളക്കാരൻ്റെ പേര് ലീമാൻ എന്നാണെന്നാണ് അയാൾ അവരോട് ആദ്യം പറഞ്ഞത്. അതിനർത്ഥം ചാർലി എന്തോ മറയ്ക്കുന്നുണ്ട്. അയാൾ പറഞ്ഞത് നുണയാണ്. അതിനുശേഷം അയാൾ സമീപത്തുള്ള ഹോട്ടലുകളെ ചുറ്റിപ്പറ്റി അന്വേഷിച്ചു. അങ്ങനെ എഡ്മണ്ടൻ എന്ന ഹോട്ടലിൽ എത്തുകയാണ്. അവിടെയുള്ള രജിസ്റ്ററിൽ ഓഗസ്റ്റ് 14 തീയതി 2 പേരുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ചാർലി കിങ്, മറ്റേത് എഡ്വേർഡ് ഹേവാർഡ്. ഹോട്ടൽ മാനേജർ ഡൊണാൾഡ് റോസ് ലോവിനോട് റൂം എടുത്ത ദിവസം തന്നെ 2 പേരും പുറത്തേക്ക് പോയെന്നും പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവരാരും തിരിച്ചു വന്നില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് അവരുടെ പെട്ടികൾ ഞങ്ങൾ ഹോട്ടലിന്റെ ബേസ്മെന്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പോലീസ് പിടിയിലാകുന്ന സമയത്ത് ചാർലി കിങ്ങിന്റെ കയ്യിൽ ഒരു ചെയിനിൽ തൂക്കിയ 2 താക്കോൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരികെ പോയിട്ട് ആ താക്കോലും എടുത്തുകൊണ്ട് മടങ്ങി വന്നു. എന്നിട്ട് CK എന്ന് രേഖപ്പെടുത്തിയൊരു ട്രങ്ക് തുറന്നു. അതിൽ കുറച്ച് പഴയ വസ്ത്രങ്ങളും യൂട്ടായിലെ സാൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്നുമുള്ള കുറച്ച് കത്തുകളും ഫോർട്ടിൽ നിന്നുമുള്ള ഒരു റെയിൽ റോഡ് ടിക്കറ്റും ഉണ്ടായിരുന്നു. ചാർലിയുടെ കീ ചെയിനിലെ മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് എഡ്വേർഡ് ഹേവാർഡ് എന്നെഴുതിയ 2ാമത്തെ പെട്ടിയും തുറന്നു. അതിൽ ഹേവാർഡ് ഒരു നാവികനായിട്ട് ജോലി ചെയ്തതിൻ്റെ ചില പേപ്പറുകളും എഡ്വേർഡിന്റെ സഹോദരൻ ജോർജ് അയച്ച ഒരു കത്തും ഒരു റെയിൽവേ ടിക്കറ്റും ഉണ്ടായിരുന്നു. കോൺസ്റ്റബിൾ ലോവ തന്റെ കണ്ടെത്തലുകൾ ഇൻസ്പെക്ടർ DRC സ്ട്രിക്ലാൻഡിനെയും ആൻഡേഴ്സിനെയും അറിയിച്ചു. സ്ട്രിക്ലാൻഡ് ഇംഗ്ലണ്ടിലുള്ള എഡ്വേർഡിന്റെ സഹോദരൻ ജോർജിന് ഒരു കത്തയച്ചു. താങ്കളുടെ സഹോദരനെക്കുറിച്ച് ഞങ്ങൾക്ക് ചില സുപ്രധാന വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്.
എത്രയും വേഗം ഇവിടേക്ക് വരണമെന്നായിരുന്നു കത്തിൽ എഴുതിയത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഇംഗ്ലീഷ് നാവികന്റെ വേഷവും ധരിച്ചുകൊണ്ട് ഒരാൾ ഇൻസ്പെക്ടർ DRC സ്ട്രിക്ലാൻഡിന്റെ ഓഫീസിലേക്ക് കയറി വന്നു. കാണാതായ എഡ്വേർഡിന്റെ സഹോദരൻ ജോർജ് ഹേവാർഡ് ആയിരുന്നു അത്. തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പൈപ്പ് കത്തിച്ച ശേഷം അയാൾ ചോദിച്ചു, സാർ, നിങ്ങൾ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ അത് നോക്കേണ്ടതില്ല, താങ്കൾക്ക് തുടരാം. അപ്പോഴയാൾ സ്ട്രിക്ലാൻഡിനോട് കഴിഞ്ഞ സെപ്റ്റംബറിൽ താൻ കണ്ട വിചിത്രമായിട്ടുള്ള ആ പേടി സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ തന്റെ സഹോദരൻ എഡ്വേർഡ് തന്റെ കൂട്ടുകാരന്റെ കൈയാൽ കൊല്ലപ്പെട്ടതും അങ്ങനെ തുടങ്ങി സ്വപ്നത്തിൽ താൻ കണ്ട സകല കാര്യങ്ങളും അയാൾ പറഞ്ഞു. സ്ട്രിക്ലാൻഡ് ഞെട്ടിപ്പോയി. അയാൾ, നിങ്ങൾ ഇതിനു മുൻപ് കാനഡയിൽ വന്നിട്ടുണ്ടോ, പ്രത്യേകിച്ചും ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം സ്വപ്നത്തിൽ അയാൾ കണ്ട പ്രകൃതിയും നദിയും വനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും തുടങ്ങി കുറ്റകൃത്യം നടന്ന സ്ഥലത്തെക്കുറിച്ച് അയാൾ പറഞ്ഞ സകല കാര്യങ്ങളും 100% കൃത്യമായിരുന്നു. എന്നാൽ ജോർജ് ഹേവാർഡ് ആദ്യമായിട്ടായിരുന്നു കാനഡയിലേക്ക് വരുന്നത്. അയാൾക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. ഇൻസ്പെക്ടർക്ക് കൂടുതൽ വിശ്വാസം വരുവാനായിട്ട് മറ്റൊരു കാര്യം കൂടി അയാൾ കരുതിയിരുന്നു. ജോർജ് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ന്യൂസ് പേപ്പർ എടുത്ത് കാണിച്ചു. അതാകട്ടെ അതിലും അവിശ്വസനീയമായിരുന്നു. അതൊരു ഇംഗ്ലീഷ് പത്രത്തിന്റെ പേജായിരുന്നു. താൻ വിചിത്രമായ ആ സ്വപ്നം കണ്ടതിന്റെ പിറ്റേന്ന് അയാൾ ഒരു ഹോട്ടലിൽ വെച്ച് തന്റെ സുഹൃത്തുക്കളോട് ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അവരിലൊരു പ്രാദേശിക പത്രത്തിന്റെ റിപ്പോർട്ടറും ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസത്തെ പത്രത്തിൽ ഇത് അച്ചടിച്ചു വന്നു. ആ പത്രമാണ് അയാൾ പോലീസുകാരെ കാണിച്ചത്. അവിശ്വസനീയമായിട്ടുള്ള ഈ കഥ കേട്ട സ്ട്രിക്ലാൻഡ് അയാളോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ജയിൽ വരെ ഒന്ന് വരണം. നിങ്ങളുടെ സഹോദരന്റെ കൊലയാളിയെ തിരിച്ചറിയുവാനായിട്ട് കഴിയുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. 2 മണിക്കൂറിന് ശേഷം അവർ ഫോർട്ട് സാസ്കാച്ചോൻ ജയിലിലെത്തി. ഇൻസ്പെക്ടർ സ്ട്രിക്ലാൻഡ് ജോർജിനെ ഒരു മുറിയിലിരുത്തി. എന്നിട്ട് ഓരോ തടവുകാരെയായിട്ട് കൊണ്ടുവന്ന് ഇവനെയാണോ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടതെന്ന് ചോദിച്ചു. അതൊരു പരീക്ഷണമായിരുന്നു. അയാൾ വേറൊരു കുറ്റവാളിയാണ് കൊണ്ടുവന്നത്. അയാളെ കണ്ടതും ജോർജ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവനെയല്ല ഞാനന്ന് സ്വപ്നത്തിൽ കണ്ടത്, പകരം പൊക്കം കുറഞ്ഞ ഒരാളെയാണ്. അതിനുശേഷം അടുത്തയാളെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു 30ഓളം തടവുകാരെ കൊണ്ടുവന്നു. എന്നാൽ അവരാരുമല്ല പ്രതിയെന്ന് ജോർജ് ഉറപ്പിച്ചു പറഞ്ഞു. അവസാനമായിട്ട് ചാർലി കിങ്ങിനെ മുന്നിലെത്തിച്ചു. അയാളെ കണ്ടതും ഇവനാണ് എൻ്റെ സഹോദരനെ കൊന്നതെന്ന് പറഞ്ഞ് അയാൾ മുൻപോട്ട് വന്ന് അവനെ അടിച്ചു. പിന്നെ പൊട്ടിക്കരഞ്ഞു. ഈ കഥയിൽ കുറച്ചുകൂടി മിസ്റ്ററി ബാക്കിയുണ്ട്. കൊല നടന്ന സ്ഥലത്ത് കണ്ട ഒരു സ്ത്രീയുടെ കാൽപ്പാടുകൾ, കുറ്റിക്കാട്ടിൽ നിന്നും ആൻഡേഴ്സനെ നോക്കിയ 2 കണ്ണുകൾ, അതാരുടെയാണെന്ന് നമുക്ക് നോക്കാം. ആ വർഷം സെപ്റ്റംബറിൽ ചാൾസ് കിങ് എഡ്വേർഡ് ഹേവാർഡിന്റെ കൊലപാതകത്തിന് വിചാരണ നേരിട്ടു. സ്റ്റാഫ് സർജന്റ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സന്റെ 80 സാക്ഷികളെയാണ് നിരത്തിയത്. ശക്തമായിട്ടുള്ള തെളിവോട് കൂടിയിട്ട് കേസ് വാദിച്ചു. ബ്രിട്ടീഷ് കൊളംബിയയിലെ വനങ്ങൾ, അലാസ്കയിലെ പർവ്വതങ്ങൾ, യൂട്ടായിലെ സമതലങ്ങൾ, വടക്കൻ ആൽബർട്ടയിലെ വന്യമായിട്ടുള്ള പ്രദേശങ്ങൾ എന്ന് വേണ്ട, അങ്ങനെ തുടങ്ങി ഭൂഖണ്ഡത്തിന്റെ നാനാഭാഗത്തു നിന്നും സാക്ഷികൾ എത്തിയിരുന്നു. അവസാനം ഇംഗ്ലണ്ടിൽ നിന്നുമുള്ള ജോർജ് ഹേവാർഡും ഇവരിൽ നിന്നുമായിട്ട് അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം അവർക്ക് കിട്ടി. 1904 ഓഗസ്റ്റ് 14 എഡ്വേർഡ് ഹേവാർഡും ചാർലി കിങ്ങും എഡ്മണ്ടൺ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടി. അവർ വേഗത്തിൽ കൂട്ടുകാരായി. ചാർലി സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എഡ്വേർഡ് തന്നെയാണ് അവന് വേണ്ട വസ്ത്രങ്ങൾ വരെ വാങ്ങിയത്. പിന്നെ നിരവധി മൃഗങ്ങളുടെ കെണികളും അവർ വാങ്ങി. അതിനുശേഷം 4 കുതിരകളുമായിട്ട് അവർ വടക്കോട്ട് ലെസർ സ്ലേവ് തടാകത്തിലേക്ക് യാത്ര ചെയ്തു. അവിടെ ഒന്ന് ക്യാമ്പ് ചെയ്തു. ആ രാത്രിയിൽ ചാർലി കൂട്ടുകാരനെ കൊലപ്പെടുത്തി. എന്നിട്ട് കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ നശിപ്പിക്കുവാനായിട്ട് ഹേവാർഡിന്റെ ചില സാധനങ്ങൾ അടുത്തുള്ള ചതുപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് മൃതദേഹം കത്തിച്ചു. ഇതിനോടകം പോലീസ് സക്കർ ക്രീക്ക് വനത്തിലെ ചാരത്തിൽ നിന്നും കണ്ടെടുത്ത അസ്ഥികഷ്ണങ്ങൾ ഒരു മൃഗത്തിന്റെ അല്ല, മറിച്ചൊരു മനുഷ്യന്റെ ആണെന്ന റിപ്പോർട്ടും വന്നിരുന്നു. ധാരാളം തെളിവുകളും സാക്ഷികളുമുള്ള ശക്തമായിട്ടുള്ളൊരു കേസാണിത്. എങ്കിലും ഈ കേസിന് ഒരു പോരായ്മ ഉണ്ടായിരുന്നു, ശക്തമായ ഒരു ദൃക്സാക്ഷി. അങ്ങനെ ഒരാളെ ആൻഡേഴ്സൺ ഇതിനോടകം കണ്ടെത്തിയിരുന്നു. അതായിരുന്നു അവസാനത്തെ സാക്ഷിയും. അതൊരു സ്ത്രീ ആയിരുന്നു. ഒരു ഷാളും തലയിൽ ചുറ്റിവന്ന് കണ്ണുകളും താഴ്ത്തി അവൾ കോടതിയിൽ ഒരു കഥ പറഞ്ഞു. സക്കർ ക്രീക്ക് വനത്തിനോട് ചേർന്നുള്ള ഗ്രാമത്തിലാണ് ഈ സ്ത്രീ താമസിക്കുന്നത്. ഹേവാർഡ് കൊല്ലപ്പെട്ട ആ രാത്രിയിൽ അവൾ തന്നെ തുന്നിയ കമ്പിളി വസ്ത്രങ്ങൾ വിൽക്കുവാനായിട്ട് അവൾ വെള്ളക്കാരുടെ ക്യാമ്പിലേക്ക് പോയി. അവൾ ക്യാമ്പിനോട് സമീപിക്കാറായപ്പോൾ കണ്ടത് ചാർലി കിങ്ങും ഹേവാർഡും പരസ്പരം വഴക്കിടുവാനായിട്ട് തുടങ്ങുന്നതാണ്. പേടിച്ചു പോയി അവൾ ഒരു കുറ്റിക്കാടിന്റെ പിന്നിലേക്ക് മറഞ്ഞു. അപ്പോഴേക്കും വഴക്ക് മൂത്ത് കയ്യാങ്കളിയിലേക്കെത്തി. അതോടെ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ തിരികെ ഗ്രാമത്തിലേക്ക് ഓടുന്ന സമയത്ത് പിന്നിൽ നിന്നുമായിട്ട് ഒരു വെടി പൊട്ടുന്ന ഒച്ച കേട്ടു. അതോടെ വഴക്കിന്റെ ശബ്ദം നിലയ്ക്കുകയും ചെയ്തു. പേടിച്ചു പോയ ആ സ്ത്രീ ഈ കാര്യം തന്റെ സഹോദരനോട് മാത്രമാണ് പറഞ്ഞത്, വേറെ ആരോടും പറഞ്ഞില്ല. ഈ കൊലപാതകത്തിന് താനും ഏതെങ്കിലും വിധത്തിൽ ഉത്തരവാദിയാകുമോ എന്ന് അവൾ വിചാരിച്ചു. അതുകൊണ്ടാണ് ആൻഡേഴ്സൺ ആ വനത്തിൽ പരിശോധന നടത്തുന്ന സമയത്ത് അവൾ മുൻപോട്ട് വന്ന് താൻ കണ്ട കാര്യം പറയാത്തത്. ക്രൈം നടന്ന സ്ഥലത്ത് ആൻഡേഴ്സൺ തെളിവുകൾ തേടുമ്പോൾ മരങ്ങൾക്ക് മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ആൻഡേഴ്സനെ നിരീക്ഷിച്ചത് അവളുടെ സഹോദരനായിരുന്നു. അവസാനം കോടതി വിധി വരികയാണ്.
എഡ്വേർഡ് ഹേവാർഡിന്റെ കൊലപാതകത്തിൽ ചാർലി കിങ്ങിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് ജൂറിക്ക് ഇത്രയും തെളിവുകൾ തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ 1905 സെപ്റ്റംബർ 30 ഫോർട്ട് സാസ്കാച്ചവനിലെ തൂക്കുമരത്തിൽ അയാളെ തൂക്കിക്കൊന്നു. ഇതുപോലെ വിചിത്രമായതും പിന്നീട് ജീവിതത്തിൽ സംഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പലരും സ്വപ്നം കാണാറുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്കും അത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം. രസകരമായിട്ടുള്ള മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്.